ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. കർക്കിടക രാശിക്കാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. കർക്കിടക രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ, 3-ൽ കേതു, 4-ൽ ബുധൻ, 5-ൽ ബുധൻ, 6-ൽ സൂര്യൻ, 8-ൽ ശനിയും ശുക്രനും, 9-ൽ രാഹുവും, 11-ൽ വ്യാഴവുമാണ് നിൽക്കുന്നത്. ഇവിടെ പറയാന്ന് വെച്ച് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ 11-ൽ നിൽക്കുന്ന ലാഭസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വീക്ഷണം, അതായത് കർക്കിടകക്കൂറുകാർക്ക് സഹായസ്ഥാനമായിട്ടുള്ള 3-ാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ പൂർവീയസ്ഥാനപരമായിട്ടുള്ള ബുദ്ധിസ്ഥാനപരമായിട്ടുള്ള 5-ാം ഭാവത്തിലേക്കും അതുപോലെ തന്നെ 9-ാം ഭാവമായിട്ടുള്ള അവരിൽ 7-ാം ഇടമായിട്ടുള്ള, അതായത് കർക്കിടകക്കൂറുകാരുടെ 7-ാം ഭാവമായിട്ടുള്ള അവിടേക്കും ദൃഷ്ടി പകരുന്നത് കൊണ്ട് ആ ഭാവങ്ങൾക്കെല്ലാം ഗുണങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ 3-ാം ഭാവം സഹായസ്ഥാനങ്ങൾ, സഹായം വേണം എന്നുള്ളവർക്കും സഹോദര ബന്ധങ്ങൾക്കും ആത്മധൈര്യം കൂടുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. വൻ ധനവർദ്ധനവിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വൻ ലാഭം വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അഷ്ടമശനിയുടെ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ അസുഖങ്ങൾ വന്നു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അലോസരപരമായിട്ടുള്ള ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അത് വലിയൊരു അസുഖമായിട്ട് മാറി വരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതിനാൽ ചെറുകിട അസുഖങ്ങൾ വന്ന് 4-5 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നേടുവാനുള്ള സാധ്യത വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണുന്നത്. കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ 11-ൽ നിൽക്കുന്ന വ്യാഴം ഗുണാനുഭവങ്ങൾ തന്നിട്ടേ പോവുകയുള്ളൂ എന്നൊരു സംശയമില്ല. ഫൈനാൻസ് സംബന്ധമായിട്ടും അക്കൗണ്ട് സംബന്ധമായിട്ടും ഫിസിക്കൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ലാഭസ്ഥാന വർക്കുകൾ ചെയ്യുന്നവർക്കും അവനവൻ ചെയ്യുന്ന തൊഴിലിൽ വൻ വർധനവുള്ള ലാഭങ്ങൾ വന്നു ചേരുകയും അപ്രത്യക്ഷപരമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഭവന നിർമ്മാണം, മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള അത് നോക്കുമ്പോൾ ഭൂമി വാങ്ങിക്കുവാനോ വിൽക്കുവാനോ എല്ലാം പറ്റിയ സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നവർ, അപ്പാർട്ട്മെൻറ്റ് വർക്കുകൾ ചെയ്യുന്നവർ, കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിലും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിലും 2 വീലർ തൊട്ട് വൻകിട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്റ്റീൽ സംബന്ധമായിട്ട്, മോട്ടോർ സംബന്ധമായിട്ട്, മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കുറച്ചൊരു ശ്രദ്ധ വേണം എന്നുള്ളത് തന്നെ പറയുന്നത്. അഷ്ടമം നിൽക്കുന്ന ശനിയുടെ അഭാവമാണ് അതിന് കാരണം എന്നാണ് പറയുന്നത്. അത് കാരണം അവർ വളരെ സൂക്ഷിക്കണം. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം വൻകിട ഗുണാനുഭവങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുവാനുള്ള കാര്യങ്ങളും കോടതി വ്യവഹാര കേസുകളും എല്ലാം വിജയിച്ചു വരുവാനുള്ള സാധ്യതയും വൻകിട നേട്ടങ്ങൾ വന്നു ചെയ്യുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിട്ടേണ്ടതായിട്ടുള്ള ഷെയർ മാർക്കറ്റുകളിൽ വൻ ലാഭങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നമുക്ക് ഷെയർ കിട്ടാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. പൂർവിക സ്വത്തെല്ലാം പങ്കുവെച്ച് അതിൽ നിന്ന് ഷെയറുകൾ കിട്ടുവാനും ഭവനങ്ങൾ നിർമ്മിക്കുവാനുള്ള സാധ്യതകളും കൂടുതലായി കാണുന്നുണ്ട്. കൂട്ടുകാരെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സഹോദര ബന്ധം, അതുപോലെ തന്നെ ബന്ധുബലം എല്ലാം കൂടുവാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഒക്കെ തള്ളികളയാൻ പറ്റില്ല. എന്തായാലും ഈ മാസത്തിൽ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയും വധുവരന്മാരെ കണ്ടുപിടിച്ച് അവരെ നിശ്ചയിപ്പിച്ച് ഉറപ്പിക്കുവാനുള്ള സാധ്യതകളും എല്ലാം ഈ മാസത്തിൽ ഇവർക്ക് അനുകൂലപരമായിട്ട് തന്നെ കാണുന്നുണ്ട്. മൊത്തത്തിൽ ഇവർക്ക് കർക്കിടക രാശിക്കാർക്ക് അനുകൂലപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടും അങ്ങനെ അതുപോലെ IT സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള അലോപ്പതി, ആയുർവേദ സംബന്ധമായിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവങ്ങൾ തന്നെ കാണുന്നത്. ആയുർകാരകനായിട്ടുള്ള ഗ്രഹം അഷ്ടമം നിൽക്കുന്ന കാരണം കൊണ്ടും സങ്കടങ്ങൾ, അതായത് അലസം ദുഃഖങ്ങൾ വരുവാനുള്ള സാധ്യതകളെല്ലാം ചെറിയ ലെവലിൽ കാണുന്നുണ്ട്. അതെല്ലാം തള്ളിക്കളയുക എന്നുള്ളത് പറയുന്നത് വരാൻ പോകുന്ന കാലം ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കർക്കിടക രാശിക്കാർക്ക് പ്രത്യേകിച്ച് പരിഹാരം ചെയ്യുന്ന മഹാവിഷ്ണുവെങ്കിൽ പാൽപ്പായസം നിവേദ്യം, തുളസിമാല, മഞ്ഞപ്പട്ട് ചാർത്തുക, സഹസ്രനാമാർച്ചന ഇവ നടത്തുക എന്നുള്ളതാണ് പറഞ്ഞത്. ശാസ്താവിന്
ശാസ്ത്ര കുറച്ചും കൂടി ഗുണാനുഭവങ്ങൾ വ്യാഴത്തിന് കിട്ടുവാനുള്ള ഈ വർധനയ്ക്ക് വേണ്ട ഈ പറഞ്ഞ ശാസ്താവിന് എള്ള് പായസം മാസത്തിൽ ഒരു പ്രാവശ്യം എല്ലാ ആഴ്ചയിലും നീരാഞ്ജന വഴിപാടും നടത്തി ഭക്തിപൂർവ്വം നടന്നു വന്നു കഴിഞ്ഞാൽ ഗുണാനുഭവം ഉണ്ടാകും. നമസ്കാരം.